പാലക്കാട് മാത്തൂർ പഞ്ചായത്തിലെ പല്ലഞ്ചത്തനൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭയന്നാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. 93 വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാം. ചോർന്നൊലിക്കുന്ന സ്കൂളിൽ 60 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ആയിരത്തി 1932 നിർമ്മിച്ച കെട്ടിടം ഏത് നിമിഷവും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണ്. ഉത്തരം പൊട്ടിത്തൂങ്ങി നിൽക്കുകയാണ്. നേരത്തെ നിരവധി കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണിത്. മക്കളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയ പല രക്ഷിതാക്കളും കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നില്ല. ഏത് നിമിഷവും നിലംപതിക്കാൻ സാധ്യതയുള്ള കിടക്കുകയാണ്. അത് കാരണം ഇന്ന് കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ആശുപത്രികളിലും സ്കൂളുകളിലും പലതും വീണ് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ സ്കൂളിൽ ഈ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ വിടാൻ തന്നെ വളരെ ഭയാനകരമായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ക്ലാസ്സിലാണ് പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് മഴ പെയ്താൽ പഠിക്കാൻ പറ്റില്ല. ബുക്കിലൊക്കെ വെള്ളം ഒറ്റിയിട്ടൊക്കെ ഞങ്ങൾക്ക് ചോർച്ചയില്ലാത്തൊരു പുതിയ സ്കൂൾ വേണം. ഞങ്ങൾ എഴുതുമ്പോഴെല്ലാം ഞങ്ങളുടെ മേലേക്ക് വെള്ളം ഒറ്റിയാണ്. കാറ്റെല്ലാം വീശുമ്പോൾ ഞങ്ങൾക്ക് നല്ലോണം പേടിയാകാണ്. തങ്ങൾക്ക് ശേഷം വരുന്ന കുട്ടികൾക്കെങ്കിലും സുരക്ഷിതമായ സ്കൂളിൽ ഇരുന്ന് പഠിക്കാൻ സംവിധാനം ഒരുക്കണമെന്നാണ് ഈ കുരുന്നുകളുടെ അഭ്യർത്ഥന. ഞങ്ങൾക്ക് എല്ലാവർക്കും അനിയനും അനിയത്തിമാരൊക്കെ ഉണ്ട്. അവർ വളർന്ന് വലുതാവുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു ചോർച്ചയില്ലാത്ത നല്ലൊരു സ്കൂൾ വേണം. പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ ഫണ്ട് വകയിരുത്തിയിട്ടില്ല. മഴക്കാലമായതിനാൽ മൺചുവരും തകർന്ന മേൽക്കൂരയും വീഴുമെന്ന ഭീതിയുണ്ട്. താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റാനാണ് ശ്രമം. മഴക്കാലത്ത് ചോർച്ച തടയാനായി കെട്ടിടത്തിന് മുകളിലൂടെ ടാർപോളിംഗ് ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഈ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ലെന്നുറപ്പാണ്. പുതിയ കെട്ടിടമെന്ന ആവശ്യമാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.